ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഒത്തിരി പേരിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ സ്നാക്കൊക്കെ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് കാണിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ഹെൽത്തിയും നല്ല ഫില്ലിങ്ങുമാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരു ബ്രെഡ് ഓംലെറ്റ്, ഫ്രഞ്ച് ടോസ്റ്റ്, അതുപോലെ ബ്രെഡിൻ്റെ കുറേ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് നമുക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈരൊന്നും ചേർക്കരുത്. പുളി കുറഞ്ഞ തൈര് ചേർക്കാൻ തന്നെ ശ്രദ്ധിക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിപ്പോകരുത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആദ്യം മിക്സ് ചെയ്ത് നോക്കുക. പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരു പേസ്റ്റ് പോലെ വേണം ഇരിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് ബ്രെഡിൻ്റെ പുറത്ത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. ഞാനിപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്ന ഈ പാകത്തിൽ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി പാൻ മൂടി ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ബാറ്റർ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം, നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ബാറ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റവ ടോസ്റ്റിനുള്ള ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് ഒരു പ്ലേറ്റിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ബാറ്റർ എടുത്ത് ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് മാത്രം പുരട്ടിയാൽ മതി. ഗ്യാപ്പെല്ലാം എടുത്തൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കഷ്ണത്തിൽ ഞാൻ ബാറ്റർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും ക്യാപ്സിക്കും തക്കാളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും തക്കാളിയിലും ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ബ്രെഡിൻ്റെ പുറത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ബട്ടറൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു 6 പീസ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒരു ചട്ടകം ഉപയോഗിച്ച് വേണമെങ്കിൽ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് ഇതുപോലെ നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബാറ്റർ പുരട്ടി വെച്ചിരിക്കുന്ന ഭാഗം താഴേക്കാക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, റവയൊന്നും പാകത്തിന് വെന്ത് കിട്ടില്ല. ഇനി ഒരു പീസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതുക്കെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ബ്രെഡ് വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. പതുക്കെ ഒന്ന് ചട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം എടുത്ത് കുക്കായി വരാനായിട്ട്, റവയും പച്ചക്കറികളൊക്കെ കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ബ്രെഡിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം. ബട്ടർ ഇതുപോലെ മുകളിൽ പുരട്ടി കൊടുക്കുമ്പോഴത്തേക്കും ബട്ടർ താഴേക്കൊക്കെ ഇറങ്ങി റവയും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും, നല്ല മൊരിഞ്ഞ് കിട്ടും. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം.
ബ്രെഡിൻ്റെ പുറത്ത് റവ മിക്സൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ സൈഡിലിട്ട് കൊടുക്കാം. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഓപ്ഷനിലാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അവിടെ ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതാണ്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഇല്ലാത്ത സൈഡ് നന്നായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് രണ്ട് സൈഡ് മൂത്ത പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി നല്ല ക്രിസ്പിയുമായി നമ്മുടെ റവ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്കൊക്കെ ഇട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്